അതായത് ഈ സാധനം ശരിയാക്കി എന്ന് പറഞ്ഞത് വീണ്ടും ശരിയായിട്ടില്ല. ചോദിച്ചു, ജസ്റ്റിൻ എന്നാണ് പേര് പറഞ്ഞത്. അപ്പൊ ജസ്റ്റിൻ ബ്രോ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം. പിന്നെന്താണ് നമ്മുടെ ഇഷ്യൂ, ഗിയറിന്റെ ഇഷ്യൂ എന്തിട്ടാ പറഞ്ഞ ചേട്ടാ? ഗിയറിന്റെ ഇഷ്യൂ പറഞ്ഞപ്പോൾ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വീഡിയോ ലൈബ്രറി. അപ്പോൾ ഞങ്ങൾ ഇത് സർവീസിന് കൊടുക്കാൻ പോകണം കേട്ടോ വണ്ടി. അപ്പോൾ അത് ഒന്ന് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വണ്ടി ഏകദേശം 1500 എത്താറായി കിലോമീറ്റേഴ്സ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് സർവീസിന് കൊടുക്കുന്നത് ചാലക്കുടിയിലാണ് കേട്ടോ. ഹൈസൺ മോട്ടോഴ്സിലാണ് കൊടുക്കാൻ പോണത്. അപ്പോൾ ഹൈസൺ മോട്ടോഴ്സിനെ കുറിച്ച് നല്ല ഒരു അഭിപ്രായവും, അതേപോലെ തന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് അവിടെ സെയിൽസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ടാണ് നമ്മൾ എന്താ പറയുക ഹൈസൺ മോട്ടോഴ്സിലേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടത്തെ കുറിച്ച് നല്ലൊരു റിവ്യൂ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്നാണ് വണ്ടി വാങ്ങിച്ചെങ്കിലും നമുക്ക് ഓൾ ഇന്ത്യ സർവീസ് ഉള്ളത് കാരണം നമുക്ക് എവിടുന്ന് വേണമെങ്കിലും സർവീസ് ചെയ്യാം. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത് തന്നെ. ഇതിന്റെ ഇഷ്യൂസ് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടാ പറയൂ. മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ ഹോണാണ്. ഹോൺ റൈറ്റ് സൈഡിൽ തൊടുമ്പയ്ക്ക് ഹോണാവും, പക്ഷേ ലെഫ്റ്റ് സൈഡിൽ ഒന്ന് പ്രസ് കൊടുക്കണം. അതുപോലെ സെൻറ്ററിലും അങ്ങനെ തന്നെ. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ടേണിങ്ങിലൊക്കെ നമുക്ക് എപ്പോഴും റൈറ്റ് സൈഡ് ഉപയോഗിച്ച് പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഭയങ്കരമായിട്ട് വേദന എടുക്കണം. ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്നതോറും, അതായത് ആദ്യത്തെ വണ്ടിയാകുമ്പോൾ നമ്മൾ കീയൊക്കെ പ്രസ് ചെയ്ത് ശരിയാവാൻ കുറച്ച് താമസം എടുക്കില്ല. നമ്മളങ്ങനെ വിചാരിച്ചിരുന്നത്. അതന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ പ്രസ് ചെയ്ത് നോക്കി, പക്ഷേ ഇതുവരെയും ശരിയായിട്ടില്ല. അപ്പോൾ അതെന്തൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഫെബ്രുവരി ബാച്ച് ആയതുകൊണ്ട് കുറേ എ സി റീപ്ലേസ്മെൻറ്റും ECU അപ്ഡേറ്റും ഒക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചാസിസ് നമ്പർ വെച്ചിട്ട് നമുക്ക് വല്ല അപ്ഡേറ്റ് ഉണ്ടോ എന്ന് അവരോട് ചോദിക്കണം. പിന്നെ നമുക്ക് ഡിസ്ക് ബ്രേക്കുമ്പോൾ തുരുമ്പുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ പ്രീ ഡെലിവറി ഇൻസ്പെക്ഷന് പോയപ്പോൾ തന്നെ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ അന്ന് അവരോട് പറഞ്ഞിരുന്നതാണ് എന്താ തുരുമ്പ് പിടിച്ചത്. അപ്പോൾ ഒരു എടുത്ത വഴിക്ക് പറഞ്ഞു ഡീസൽ വെച്ച് തുടച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ മാറും എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഡെലിവറിക്ക് വണ്ടി കിട്ടിയപ്പോൾ തുരുമ്പ് അതേപോലെ ഒന്നും തുടച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ എൻ്റെ പേരിനെ എൻ്റെ മുന്നിൽ വെച്ചിട്ട് ഡീസൽ കൊണ്ടുവന്നിട്ടൊക്കെ തുടക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ എക്സൈറ്റ്മെൻറ്റിൽ പിന്നെ നോക്കാനും പോയോ ഇല്ല എന്നുള്ളതൊന്നും ഞാൻ നോക്കിയില്ല. അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടായില്ല സത്യം പറഞ്ഞാൽ അവർ തുടച്ചിട്ടും. അപ്പം ഞാൻ എന്തെങ്കിലും സർവീസിങ്ങിന് പോകുമ്പോൾ പറയാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അത്. പക്ഷെ അതിപ്പോൾ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ടയറുകളൊക്കെ ഊരി മാറ്റിയിട്ടാണ് അത് ക്ലീൻ ചെയ്യാനായിട്ട്. ഇത് നടക്കുമെന്നുള്ള അറിയില്ല നമുക്ക്. അപ്പം അതൊന്ന് പറയണം. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ വേരിയബിൾ കീ ആണ്. വേരിയബിൾ കീ ഞങ്ങൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് വർക്ക് ആവുന്നുണ്ട് എന്നാണ്. കാരണം നമ്മൾ ആ പ്രസ്, അതായത് നമ്മൾ ലോക്കിംഗ് സിസ്റ്റത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഡോറ് തുറക്കാൻ പറ്റും. പക്ഷേ ആ വേരിയബിൾ കീ കൊണ്ടല്ല അത് തുറന്നത്, നമ്മുടെ സ്മാർട്ട് കീ കൊണ്ടാണ് തുറന്നത്. പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അതും ഈ നാട്ടിലേക്കൊക്കെ വന്ന പിന്നെ ഞങ്ങൾ അത് ചുമ്മാ വേരിയബിൾ കീ മാത്രമായിട്ട് കൊണ്ടുപോയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പം അതൊന്ന് ചെക്ക് ചെയ്യണം. അത് വേരിയബിൾ കീ കാറുമായിട്ട് ലിങ്ക് ചെയ്യാത്തത് കൊണ്ടാണോ അതെയോ വേറെ എന്തെങ്കിലും എന്താ പറയുക ബാറ്ററി ഇഷ്യൂസ് ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യിപ്പിക്കണം. പിന്നെ നമ്മൾ AC ഡീഫ്രോസ്റ്റ് ബട്ടൺ പ്രസ് നമ്മൾ ഒരു സാധനം വന്ന് കപ്പയിൽ നിന്ന് അടിച്ച് തുറക്കുന്നൊരു ഒച്ചയായിരിക്കും. അത് മാത്രമല്ല, പൊതുവെ പല വണ്ടികളിലും ഉണ്ട് അത്. പക്ഷെ അത് നമ്മുടെ പഴയ ബാച്ച് ആയതുകൊണ്ട് അത് ആ ഒരു ഇഷ്യൂവിൻ്റെ ഭാഗമായിട്ടുള്ളതാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യണം. അതുകൊണ്ട് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒരു ഒച്ച കേൾക്കും, ഓണാക്കുമ്പോഴും ഓഫാക്കും, അത്രയേ ഉള്ളൂ. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഓടിച്ചു വന്നപ്പോൾ ശ്രദ്ധിച്ചതാണത് തേർഡ് ഗിയറിൽ ഒരു വലിവ് ഗിയറിൽ വിറമിക്കുക. നമ്മൾ കൈ വെച്ച് ഓടിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ പെട്ടെന്നുള്ള ഗിയർ ഷിഫ്റ്റ് നടക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് നമ്മൾ കൈ അതൊന്നും വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ തേർഡ് ഗിയർ ആകുമ്പോൾ വണ്ടി പെട്ടെന്ന് അതുമ്മിക്കൊന്ന് വലിയുന്ന പോലെ, അതായത് വൈബ്രേഷനോ കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് അതുമ്മിക്കൊരു പ്രഷർ വരുന്ന ഒരു ഫീൽ വരുന്നുണ്ട്. അതുപോലെ ചിലപ്പോൾ തേർഡ് ഗിയർ അല്ലെങ്കിൽ റിവേഴ്സ് ഗിയർ പെട്ടെന്ന് ആ സ്ലോട്ടിലോട്ട് വീഴാതിരിക്കുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ട്. അത് പൊതുവെ എല്ലാവർക്കും വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അന്വേഷിച്ച് നോക്കണം. ഗിയർ ബോക്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്നും കൂടി അവരോടൊന്ന് ചെക്ക് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നോട്ടീസ് ചെയ്ത ഇഷ്യൂസ്. അപ്പോൾ ഇതൊന്ന് പറഞ്ഞു നോക്കണമെന്ന്. അവരെത്രമാത്രം അത് റെഡിയാക്കാൻ നോക്കും അല്ലെങ്കിൽ റെഡി ആവുമോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് പോയി നോക്കാം എന്തായാലും. ഇതാണ് ഇവിടുത്തെ ലോഞ്ച്, കസ്റ്റമേഴ്സ് ലോഞ്ച്.
നമ്മൾ 3 മണിക്കൂറോളം വെയിറ്റ് ചെയ്തു. 3-3.5 മണിക്കൂർ. അത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് വണ്ടി കിട്ടി. അപ്പോൾ ആ വിശേഷങ്ങളാണ് നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ സർവീസ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേങ്കിൽ ഒരു പ്രശ്നം പറ്റി. നമ്മൾ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ചാലക്കുടിന്ന് നമ്മുടെ ആതിരപ്പള്ളി റൂട്ട് എടുത്തു. അകത്ത് പോയിട്ടാണ് നമ്മളെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത്. അപ്പോഴാണ് മനസ്സിലായത് ഈ സാധനം ശരിയാക്കി എന്ന് പറഞ്ഞത് വീണ്ടും ശരിയായിട്ടില്ല. ഞങ്ങൾ വീണ്ടും നോക്കി, നമ്മുടെ സ്മാർട്ട് കീയും ഇതും മാറ്റി വെച്ചിട്ട് ഇത് മാത്രമായിട്ട് നോക്കി. ഈ സാധനം വർക്ക് ആവണില്ല. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ സർവീസ് സെന്ററിലേക്ക് പോവാണ്. സർവീസ് സെന്ററിൽ പോയിട്ട് നമുക്കൊന്ന് അവരോട് പറഞ്ഞു നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ കേട്ടോ. പിന്നെ അവരെന്ത് പറഞ്ഞു, പെയറിങ് നടത്തിയിട്ടില്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞിരുന്നത്. കാരണം ഏത് വാച്ച് കിട്ടുമ്പോഴും, അതായത് വേരിയബിൾ കീ കിട്ടുമ്പോഴും കാറായിട്ട് പെയറിങ് നടത്തത്രേ. അതിനൊരു ടീച്ചിങ് എന്നൊരു ടൈമാണ് അവർ യൂസ് ചെയ്തത്. അപ്പോൾ അതവർ ചെയ്തു എന്ന് പറഞ്ഞു. അതിന് ശേഷം ടെസ്റ്റ് ചെയ്തപ്പോൾ വർക്കായി എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കീ തന്നെ. ഷോറൂമിൽ ചെന്ന് നോക്കിയപ്പോൾ അവർ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ വണ്ടി ഓണായി. അപ്പോൾ എന്താണെന്നൊരു പിടുത്തം കിട്ടില്ല. കുറേ നേരം ഞങ്ങൾ നോക്കി എന്താ സംഭവം. മറ്റേ റിമോട്ട് കീ ദൂരെ കൊണ്ടുവച്ചിട്ട് വാച്ച് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡോർ തുറക്കുന്നുണ്ട്. അങ്ങനെ ചില സമയത്ത് വർക്ക് ആവുന്നുണ്ട്, ചില സമയത്ത് വർക്ക് ആവുന്നില്ല. അപ്പോൾ നമ്മൾ ഷോറൂമിലൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മുടെ മുന്നിൽ വെച്ചിട്ട് നമ്മളൊന്ന് കൺഫേം ആക്കിയിട്ട് വിടാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ സമയത്ത് ആദ്യമായിട്ട് നമ്മുടെ സ്ക്രീനിൽ ബാറ്ററി ലോ, റീപ്ലേസ് ബാറ്ററി എന്നുള്ള മെസ്സേജ് കാണിച്ചു. ഞാൻ അവർ കാണിച്ചു കൊടുത്തു. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു പോകും, പിന്നെ ഒന്നും പറയാനില്ലല്ലോ അവർക്ക്. അവർക്ക് വേഗം അകത്തോട്ട് വിട്ട് പിന്നെ തിരിച്ചു വന്നു. അവർ പറഞ്ഞു ബാറ്ററി ഇവിടെ സ്റ്റോക്കിലില്ല, നമ്മൾ കീപ്പ് ചെയ്യാറില്ല ഇവിടെ. അപ്പോൾ ഏതെങ്കിലും വാച്ച് കടയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഷോപ്പിൽ പോയിട്ട് ഒന്ന് അവിടെ നിന്ന് മാറ്റിക്കോളൂ എന്ന് പറഞ്ഞു ആൾ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, നമുക്കിത് ഒരു വലിയൊരു സംഭവം ഒന്നുമല്ല വാച്ച്. നമുക്ക് അതിൻ്റെ അത്യാവശ്യമൊന്നും ഇല്ല ഇപ്പോൾ. പക്ഷേ ഒരു സാധനം നമ്മുടെ കയ്യിൽ വർക്ക് ആകാതിരിക്കുമ്പോൾ നമുക്കൊരു വിഷമമാണല്ലോ. അപ്പോൾ നമ്മളത് എന്തായാലും ഒരു വാച്ച് ഷോപ്പിൽ പോയിട്ട് അവരെ കൊണ്ടൊന്ന് മാറ്റിക്കാൻ നോക്കാം. അപ്പോൾ പാനസോണിക് അല്ലെങ്കിൽ സോണി ബാറ്ററി തന്നെ വെക്കണമെന്നാണ് പറഞ്ഞേക്കണേ. അതായിരിക്കും നല്ലതെന്നാണ് പറഞ്ഞാൽ. 2 ദിവസം വർക്ക് ആവും, അല്ലെങ്കിൽ അപ്പോൾ വർക്ക് ആവില്ല. അപ്പോൾ നമ്മൾ പോയിട്ട് ഏതെങ്കിലും വാച്ച് ഷോപ്പിൽ പോയിട്ട് ഇതിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യണം. അവർ തന്നെ റീപ്ലേസ് ചെയ്ത് തരും. ബാറ്ററി എന്താ പറയുക, വാച്ചുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നോർമൽ വാച്ചസിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യണ മാതിരി അവർ റീപ്ലേസ് ചെയ്ത് തരും. അപ്പോൾ അത്രേ ഉള്ളൂ ഇതിൻ്റെ കഥ. ഇനി വേറൊരു വൻപൻ സംഭവം ഉണ്ടായി, പറയട്ടാ. നമ്മുടെ ഒരു ഫ്രണ്ട്, നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ഫ്രണ്ട് വന്ന് പറഞ്ഞ വീഡിയോസ് കാണാറുണ്ട്. വാച്ച്, അതായത് നമ്മുടെ വേരിയബിൾ കീ മാറി കിട്ടിയെന്നൊക്കെ ചോദിച്ചു. എനിക്ക് പെട്ടെന്ന് ആദ്യം ഓടിയില്ല. നമ്മുടെ ഗ്രൂപ്പിലെ ആൾട്രോസ് ഗ്രൂപ്പിൽ ആരെങ്കിലും ആയിരിക്കുന്ന ഞാൻ വിചാരിച്ചത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ആള് കാറ് വാങ്ങിക്കാനും ബുക്കിംഗ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വന്നേക്കാണ്. കാറ് കണ്ടപ്പോൾ ആൾക്ക് മനസ്സിലായി. അപ്പം അങ്ങനെ വന്നതാണ് നമ്മുടെ അടുത്തേക്ക്. ഭയങ്കരമായിട്ട് ഞാൻ ഷോക്കായി. ആദ്യമൊന്നും മനസ്സിലായി, പേര് പോലും ചോദിച്ചില്ല. അതായത് ഞങ്ങൾ വീണ്ടും തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ വണ്ടി നിർത്തിയിട്ട് ചോദിച്ചു. ജസ്റ്റിൻ എന്നാണ് പേര് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റിൻ ബ്രോ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം. കാണുന്നുണ്ട്, വീഡിയോസൊക്കെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്തായാലും സന്തോഷം കണ്ടതിൽ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടാണ് നമുക്ക് ഒട്ടും ബന്ധമില്ലാത്ത ഒരാൾ വന്നിട്ട് നമ്മളെ കൊണ്ട് വീഡിയോസ് കാണുന്നുണ്ട് എന്നൊക്കെ പറയണത്. അത് ഭയങ്കര എന്താ പറയുക, ടച്ചിങ് ആയിപ്പോയി. പിന്നെ ഈ സമയമായത് കാരണം നമുക്ക് മാസ്ക് അഴിക്കാനോ അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യാനൊക്കെ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളത് കാരണം നമ്മളധികം അങ്ങനെ ഒരു തോട്ട് പോയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനൊരു സംഭവം അപ്പം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം തോന്നിയത്. പിന്നെ മറ്റുള്ള കാര്യങ്ങളുടെ അപ്ഡേറ്റ് തരാം. ഇപ്പോൾ വേരിയബിളിക്ക് നിങ്ങൾ കണ്ടു, ഇതാണ് സംഭവിച്ചത്. പിന്നെ ഡിസ്ക് ബ്രേക്കിലെ തുരുമ്പ്, അത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ എല്ലാ വണ്ടികളും അതുണ്ട്. അത് തുരുമ്പല്ല, തുരുമ്പിച്ച് പോവില്ല എന്ന് പറയും. അതായത് ഡിസ്ക് ബ്രേക്കിൻ്റെ ഡിസ്കായിട്ട് കോണ്ടാക്ട് വരാത്ത ഏരിയയിൽ വെള്ളം തട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് നുറുമ്പിച്ചൊന്നും പോവില്ല, അത് കാസ്റ്റ് അയണാണ്, അതുമേ ഉണ്ടാവും, കാര്യമാക്കണ്ടെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയ ഇഷ്യൂ ഉണ്ടാക്കിയില്ല. ഞാൻ അവിടെ പാർക്ക് ചെയ്ത് കുറച്ച് വണ്ടികളിൽ നോക്കി, അപ്പോൾ അതിലൊക്കെ കാണുന്നുണ്ട് ഈ സംഭവം. പിന്നെ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഷോറൂമിൽ ഈ ഇഷ്യൂ പറഞ്ഞിട്ട് തന്നെ നമുക്ക് ചെല്ലാം. ഇതാവുമ്പോൾ ഇതിപ്പോൾ ഓൾറെഡി ഫുള്ള് സർവീസിങ്ങിനിടയിൽ ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അവർ ചെയ്യണമെന്നില്ല. അതേപോലെ തന്നെ നമ്മൾ കാസ്റ്റ് അയൺ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ ഭക്ഷണം പാചകം ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന കാസ്റ്റ് അയണിൽ എന്നും ഒരു തുരുമ്പിൻ്റെ ഒരു ലെയർ വരില്ലേ. അത് നമ്മൾ മാച്ച് കളഞ്ഞാൽ പോവുകയും ചെയ്യും, അത് കഴിഞ്ഞ് തിരിച്ചു വരികയും ചെയ്യും. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ നമുക്ക് ഒന്നും പറയാനില്ലല്ലോ, കാരണം നമുക്ക് അറിയാവുന്ന കാര്യമാണ് കാസ്റ്റ് അയണിൽ അങ്ങനെയാണ് എന്നുള്ളത്. ഇരുമ്പിന്റെ ദോശക്കല്ലുമൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇത് കാണാറുണ്ട്, ഒരു മഞ്ഞ കളറിൽ. നമ്മുടെ ചീനച്ചട്ടി, കാസ്റ്റ് അയണിന്റെ ചീനച്ചട്ടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. നനവോട് വെച്ച് ഇങ്ങനെ തുരുമ്പിന്റെ ഒരു ലെയർ വരും, അത് നമ്മൾ തുടച്ചു കഴിഞ്ഞാൽ പോവും.
അപ്പോൾ അതാണ് സംഭവം. പിന്നെന്താണ് നമ്മുടെ ഗിയറിന്റെ ഇഷ്യൂ എന്തിട്ടാ പറഞ്ഞ ചേട്ടാ? ഗിയറിന്റെ ഇഷ്യൂ പറഞ്ഞപ്പോൾ നമ്മളെ യന്ത്രങ്ങളുടെ പ്രവർത്തനം പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചു. ചുരുക്കത്തിൽ ഒന്നും ചെയ്തില്ല അതിന് വേണ്ടിയിട്ട്. അതായത് അവർ പറയുന്നത് ഇങ്ങനെ ഒരു റിവേഴ്സ് ഗിയറൊക്കെ ഇടുമ്പോൾ ഇടയ്ക്ക് ചിലപ്പോൾ ആ സ്ലോട്ടിൽ വീഴാത്തത് ഉണ്ടാവും, അത് വീണ്ടും ഒന്ന് ഇട്ടാൽ മതി എന്ന് നമ്മൾ ഇടാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അത് ടാറ്റയുടെ ഒരു എന്തൊക്കെയോ പറഞ്ഞു, സേഫ്റ്റിയാണ് അതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതാണ്. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എന്ത് ഫസ്റ്റ് ഗിയറിൽ ചിലപ്പോൾ ഇടയ്ക്ക് എനിക്ക് സിഗ്നലിലൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ വീഴാൻ ബുദ്ധിമുട്ടുണ്ട്, അതൊന്ന് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ക്ലച്ച് പ്ലേറ്റ് ഒന്ന് ലൂസാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, എന്തായാലും അവർ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ വണ്ടി കിട്ടി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് ലൂസാക്കിയിട്ടുണ്ട്. മുന്നേ നല്ല ടൈറ്റ് ആയിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കണം. ചേട്ടൻ എന്നും വണ്ടി ലോങ് ഡ്രൈവ് പോയി കഴിഞ്ഞു വെച്ചാൽ പറയാറുണ്ട് എനിക്ക് നല്ല മുട്ടിന് വേണമെന്ന്. ഞാൻ പറയും ചേട്ടൻ വണ്ടി ഓടിച്ചിട്ടാണ്, ചേട്ടൻ്റെ സീറ്റിംഗ് പൊസിഷൻ ശരിയാവാഞ്ഞിട്ടായിരിക്കും, ഒന്ന് നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ എല്ലാ സീറ്റിംഗ് പൊസിഷനും ട്രൈ ചെയ്ത് നോക്കി. ഇപ്പോ അതുകൊണ്ടാണെന്ന് ചേട്ടൻ ഇപ്പൊ സംശയിക്കുന്നുണ്ട്. ക്ലച്ചില് നല്ല പ്രഷർ കൊടുത്തിട്ടായിരിക്കും. ചേട്ടൻ അറിഞ്ഞിരുന്നില്ല അത് അല്ലേ? ഇപ്പൊ നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മള് ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആണ്, നല്ല റെസ്പോൺസ് ആണ് കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് അറിയാതെ പോയി, അത് ഹാർഡായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ അതവർ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗിയറിൽ അങ്ങനെ എപ്പോഴും എനിക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. അത് അങ്ങനെ കണ്ടപ്പോൾ എനിക്കത് അവിടെ പറയണമെന്ന് തോന്നി. അത് ഇപ്പോൾ നമ്മുടെ പഴയ ബാച്ചിലോ ഇഷ്യൂസ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ അതൊരു പ്രശ്നമല്ല നമുക്ക്, അതുകൊണ്ട് വൈബ്രേഷൻ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക്. അപ്പോൾ ഗിയറിൻ്റെ റിസൾട്ട് ഇതാണ്. പിന്നെ ഹോൺ പറഞ്ഞപ്പോഴും അവരാദ്യം പറഞ്ഞു പൊതുവെ വണ്ടികളിലെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഹാർഡായിരിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, കാരണം നമ്മളൊരു ഫ്രണ്ട്സും അങ്ങനെ പറഞ്ഞു കേട്ടില്ല. അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് വരുന്നുണ്ടല്ലോ, നമ്മുടെ എയർ ബാഗ് വരുന്നുണ്ട്. അപ്പോൾ എയർ ബാഗ് ഉള്ളതുകൊണ്ടാണ് ഇത് ഹാർഡ് എന്നാണ് പറയണത്. അപ്പോൾ അതങ്ങോട്ട് എനിക്കത്ര ഇതായിട്ട് തോന്നിയില്ല. പക്ഷെ അവർ നോക്കിയിട്ടുണ്ട്, കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ശരിയാണ്, ഞാൻ ഇപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ മുന്നത്തെ അത്രയും എനിക്ക് പ്രഷർ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ചെറുതായിട്ടൊന്ന് ലൂസായിട്ടുണ്ട്, പക്ഷെ അത്ര സോഫ്റ്റ് ആയിട്ടില്ലതാണ്. പക്ഷേ നമുക്കിത് മതി, ഇത് ധാരാളമാണ്. മറ്റേന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്, നന്നായിട്ട് പ്രസ് ചെയ്ത് കൈ വേദന എടുക്കും. നമ്മുടെ ഇവിടെ ഈ ഭാഗത്തൊക്കെ നല്ല വേദന എടുക്കും. അപ്പോൾ അത് കുഴപ്പമില്ല, ശരിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാസിസ് നമ്പർ വെച്ചിട്ട് നോക്കി, അവർ സിസ്റ്റത്തിൽ നോക്കി. അപ്പോൾ യാതൊരു വിധ അപ്ഡേറ്റും AC റീപ്ലേസ്മെൻറ്റും ഇല്ല എന്നാണ് അറിഞ്ഞത്. നമ്മുടെ ഫെബ്രുവരി ബാച്ചാണ്. അപ്പോൾ അവർ നമ്മളെ കാണിച്ചു, ഒരു കൺസോളുണ്ട്, അവർ സ്ക്രീനിലുണ്ട്. അപ്പോൾ ചേസിസ് നമ്പറിൽ ഒന്നുമില്ല, പെൻഡിങ് ആയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പേടിയില്ല. അപ്പോൾ AC-യുടെ റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല, AC അപ്ഡേറ്റ് ഒന്നും ഇല്ല. പിന്നെ അപ്പോൾ ആ AC-യിൽ ആ ഒരു ഇത് വന്ന് അടയുന്ന ശബ്ദം വലിയ കാര്യമാക്കണ്ടെന്നാണ് പറയണത്. കാരണം അത് നമുക്ക് ഇഷ്യൂ അല്ല. എൻ്റെ ഒരു വറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുന്നത്തെ ബാച്ച് ആയതുകൊണ്ടുള്ള എന്തെങ്കിലും AC റീപ്ലേസ് ചെയ്യേണ്ട വല്ല ആവശ്യകത ഉണ്ടോ എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പോൾ അതെന്തെങ്കിലും സിസ്റ്റത്തിൽ അവർ കാണിച്ചു തന്നു, പെൻഡിങ് ഒന്നും ഇല്ല എന്ന് പറയും. അപ്പോൾ നമ്മളത് ഇഗ്നോർ ചെയ്യണം ആ ശബ്ദം. ബാക്കി തണുപ്പിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല നമുക്ക് ഇന്നേ വരെ. നമുക്ക് AC നല്ല AC തന്നെയാണ്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാർ എപ്പോഴും പറയുമല്ലോ AC-ക്ക് കംപ്ലൈന്റ് ഉണ്ട്, ടാറ്റയുടെ വണ്ടിയാണ് അത്. ഇപ്പൊ നമുക്ക് നമ്മുടെ തലയിൽ ഓടുന്നത് മുഴുവൻ ഇതിന് എന്തൊക്കെയോ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ട് എന്നുള്ള ഒരു രീതിക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞു സൗണ്ട് വരുമ്പോഴേ നമ്മുടെ തലയിൽ ഓടുന്ന എന്താ, ഇത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരിക്കുമോ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കുഞ്ഞു ഇഷ്യൂസ് ഒക്കെ എടുത്തിടുന്നത്. അല്ലാണ്ട് നമുക്ക് ഈ ഒരു കുഞ്ഞു സൗണ്ട് വന്നതിനെ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഇപ്പോൾ റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ ഒരു സൗണ്ട് വരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ആ റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ എല്ലാ വണ്ടിയിലും ഒരു കുഞ്ഞു ഒച്ച ഉണ്ടാവും. അപ്പോൾ ആ ഒച്ച നമുക്കൊരു വലിയ ഇഷ്യൂ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. അത്രേ ഉള്ളൂ. നമ്മളിങ്ങനെ കൂടുതൽ ചിന്തിക്കുമ്പോൾ പലതും നമുക്കിങ്ങനെ തോന്നും. അതെ, സത്യം. കാരണം നമ്മള് വീട്ടിലെ ആൾട്ടോ ഓടിക്കുമ്പോൾ റിവേഴ്സ് ഗിയറിന് ഇന്നേ വരെ നമ്മൾ ശബ്ദം ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ഈ വണ്ടി വാങ്ങിച്ച് പിന്നെ പലരും പറഞ്ഞു കേട്ടപ്പോഴാണ് റിവേഴ്സ് ഗിയറിൽ എന്തോ കിടക്കുന്നോ ഒച്ച വീഴുന്നുണ്ടല്ലോ, അങ്ങനെയാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ആൾട്ടോയിൽ കയറിയിട്ട് ഈ അടുത്ത് ഇപ്പോൾ എന്ത് സംശയം വന്നാലും ഞാൻ അതായിട്ടാണ് കമ്പയർ ചെയ്യുക. അതിൽ കയറി നോക്കും ഞാൻ. അപ്പോൾ ഇപ്പോൾ റിവേഴ്സ് ഗിയർ ഇടുമ്പോഴും ഒച്ചയുണ്ട്, കിടക്ക്. അവിടെ ഇപ്പോൾ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ ഇടുമ്പോൾ പോലും ഒച്ചയുമ്പോഴാണ്. അതെ, ഫുൾ ഒച്ചയുമ്പോഴാണ്. അപ്പോൾ പിന്നെ നമ്മുടെ വണ്ടിക്കുള്ള ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് അല്ല ഇതൊന്നും. വണ്ടികളിൽ നോർമലായിട്ട് ഉണ്ടാകുന്ന ഒച്ചയുമ്പകളങ്ങളൊക്കെ ഞങ്ങൾ നോർമലായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക എന്നുള്ളത് ആണ് ഞങ്ങൾക്ക് മനസ്സിലായത് കേട്ടോ. നമ്മുടെ ഫ്രീ സർവീസിന് നമുക്ക് ആകെപ്പാടെ ചിലവായത് വൈപ്പർ ലിക്വിഡിനുള്ള പൈസ മാത്രമാണ് കേട്ടോ. 85 രൂപയായിരുന്നു വൈപ്പർ ലിക്വിഡിന്. അപ്പോൾ ആ ഒരു പൈസ നമ്മൾ കൊടുത്തു. നമ്മൾ ആദ്യം ചെന്നപ്പോൾ തന്നെ അവർ ചോദിച്ചിരുന്നു വൈപ്പർ ലിക്വിഡ് വേണോ, അതേപോലെ തന്നെ ചോദിച്ച കാര്യമാണ് സാനിറ്റൈസേഷൻ വേണോ. സാനിറ്റൈസേഷൻ അവർ ഒന്ന്
എന്താ പറയുക പിടിപ്പിക്കാൻ ശ്രമിക്കുന്ന മാതിരി ഒരു പറച്ചിലുണ്ടായിരുന്നു. പക്ഷെങ്കിലും നമ്മൾ തന്നെ എന്താ പറയുക സാനിറ്റൈസറും ടിഷ്യൂ ഒക്കെ എടുത്ത് നമ്മൾ തന്നെ സാനിറ്റൈസ് ചെയ്യണതാണ് നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നിയതുകൊണ്ട് ഞങ്ങൾ സാനിറ്റൈസേഷൻ വേണ്ടെന്ന് പറഞ്ഞു. അതുകൂടാതെ 650 രൂപയാണ് സാനിറ്റൈസേഷന് അവർ ചാർജ് ആക്കുന്നത്. അപ്പോൾ 650 രൂപ കൊടുത്തിട്ട് സാനിറ്റൈസേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞങ്ങളുടെ ഒരു ഒപ്പീനിയൻ ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. അതുകൊണ്ട് ഞങ്ങൾ ചെയ്തില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇരിക്കും, നിങ്ങളുടെ എന്താ പറയുക ഇംഗിതം പോലെ നിങ്ങൾ ചെയ്യുക. ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ 85 രൂപ മറ്റേ വൈപ്പർ ലിക്വിഡ്, വൈപ്പറിൻ്റെ നോസിൽ നിന്ന് വരുന്ന സ്പ്രേ കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞങ്ങൾ വൈപ്പർ ലിക്വിഡ് വേണമെന്ന് പറഞ്ഞിട്ട് അത് 85 രൂപയ്ക്ക് കൊടുത്തു. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് സർവീസിംഗ് എന്ന് പറഞ്ഞാൽ 85 റുപ്പീസാണ്. ഓവറോൾ നോക്കുമ്പോൾ അത്ര കുഴപ്പമൊന്നുമില്ല. ഹൈസൺ മോട്ടോഴ്സ് പെരുമാറ്റമൊക്കെ നല്ലതാണ്. അവർ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പോയതും ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൈ കഴുകാനുള്ള ഹാൻഡ് വാഷിംഗ് സംവിധാനങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്. എപ്പോഴും പറയും നമ്മള് പാന, അതായത് സൈൻ ഇടാനായിട്ട് പാന വാങ്ങിക്കുമ്പോഴും അവർ നമുക്ക് കൈ സാനിറ്റൈസ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മളെന്തെങ്കിലും സാനിറ്റൈസറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തന്നെയാണ് പോയത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സാനിറ്റൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ പോയതും അവിടെ തന്നെയായിരുന്നു ഞങ്ങൾ ഇരുന്നത്. അവിടെ എല്ലാവരും മാസ്ക് ധരിക്കുന്നുണ്ട്, അതിലൊരു കോംപ്രമൈസും ചെയ്യണില്ല. ഞങ്ങൾക്ക് അവിടെ 3 മണിക്കൂർ മാസ്ക് ഇട്ടിരുന്നപ്പോൾ തന്നെ സഫോക്കേഷൻ ആവാൻ തുടങ്ങി. അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടുത്തെ എംപ്ലോയീസ് എല്ലാവരും മാസ്ക് ധരിച്ചിരിക്കുന്നുണ്ട്. അതിന് ബിഗ് സല്യൂട്ട്. നിങ്ങളെല്ലാവരും നല്ലൊരു വർക്കാണ് ചെയ്യുന്നത്, അല്ല ചേട്ടായി? അപ്പൊ അത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങള്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യാം. പലരും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറൊക്കെ ചോദിച്ചിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. ദയവായിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ VJ Life Diary എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോൾ ചേട്ടനിലേക്ക് ഡയറക്റ്റ് പോവും. ചേട്ടനപ്പോൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത്രയുള്ള വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.